ഇപ്പൊ നമ്മുടെ പ്രദീപ് രംഗനാഥന്റെ ടോപ്പ് ഗിയർ, അതായത് ഡൂഡിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇവര് കൂടുതലും നമുക്ക് തന്നെ നെഗറ്റീവാണ് ഇതുവരെ വന്ന എല്ലാ സ്ഥലത്തും തോന്നിയിരിക്കുന്നത് മൊത്തത്തിൽ നോക്കുമ്പോ പാട്ടുകളും ഒക്കെ. ഞാൻ വെച്ച് ടോപ്പ് ഗിയർ എന്നും പറഞ്ഞ 2 ദിവസം മുമ്പ് വന്നിട്ട് പറഞ്ഞിട്ട് അടുത്ത പാട്ടായിരിക്കും. എല്ലാം ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ടോപ്പ് ഗിയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പാട്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ട്രെയിലറാണ് റിലീസ് ആയിരിക്കുന്നത്. പടം ഒക്ടോബർ 17 വരും. ഒരുപാട് ദിവസമൊന്നുമില്ല. പക്ഷെ ഇറങ്ങിയ സാധനങ്ങളെല്ലാം നമുക്ക് അത്ര വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാകാൻ പറ്റിയിട്ടില്ല. പക്ഷെ പ്രദീപ് രംഗനാഥന്റെ പടമായ കാരണം ഒരു ഇതുണ്ട്, ഒരു ഹോപ്പ് ഉണ്ട്. നല്ലോണം ആവാൻ നല്ല ചാൻസസ് ഉണ്ട്, എന്റർടൈനിങ് ആവാൻ നല്ല ചാൻസസ് ഉണ്ട്. ആൻഡ് ഇതിന്റെ ഡയറക്ടർ പ്രദീപിന്റെ പുറകെ നടന്ന് മേടിച്ചതെന്ന് പിന്നെ കണ്ടു പറയാം. நான் கியூட்டா பண்றியா? கியூட்டா இல்ல. நீ ஒரு உதவாகற. நீ அவனுக்கு அசிஸ்டன்ட் உதவாகறியா? இனிமே எப்பெல்லாம் உனக்கு தம் அடிக்கணும் தோணுதோ அப்பெல்லாம் இந்த சாக்லேட் சாப்பிடு. എന്നിട്ടാണ് ഷുഗർ വരെ. எப்போ கல்யாணம் வச்சுக்கலாம்? நமக்குள்ள இந்த லெவல்ல செட் ஆகாது. என்னடா உன் கதை? கல்ல கண்டா நாய காணா, நாய கண்டா கல்ல காணான்ற மாதிரி. நான் பாட்டுக்கு 7 சிங்கிளா இருந்தேன்டா. ആക്ഷൻ പിക്ചറാണോ? എല്ലാം ഉണ്ടെന്ന് இருக்கியடா. கிரிஞ்சா இருக்கா? ஒன்ன சொல்லி குத்தம்ல. அடுத்தவன் ஃபீலிங்ஸை கிரிஞ்சா பார்க்கறது தானே இப்போ ட்ரெண்டே. எனக்கு பயமா இருக்கு. ப்ளீஸ் டா, ஏதாவது பண்ணு. ஃப்ரண்ட்ல வச்ச லெக்க பேக்ல வைக்கிறது நம்ம ஹிஸ்டரியில இல்லை. எதுவாக இருந்தாலும் நான் ஃபேஸ் பண்ணிக்கிறேன். இந்த உடம்ப வச்சுட்டு சண்டைக்கு போறியே, உன்னால 10 பேர் வந்து அடிக்க முடியுமா? കുറെ സംഭവം നടക്കുന്നുണ്ട്. நமக்கு மட்டும் ஏன் எல்லாமே லேட்டாக புரியுது. இங்கே நடக்கிற எதுவும் நம்ம கையில் இல்லை. இதுலேருந்து என்ன கற்றுக்கிறோன்றது மட்டும் தான் நம்ம கையில் இருக்கு. நல்லா இருந்தா 2 பேர் லைஃப் நல்லா இருக்கும், இல்ல 2 பேர் இது நாசமா போகும். இருந்தாலும் தாலிக்கு மரியாதை இல்லையா? தாலிக்கு எந்த மரியாதையும் இல்லை. அதுக்கு பின்னாடி இருக்கிற அந்த பொண்ணோட ஃபீலிங்ஸ்க்கு தான் மரியாதை. ഡയലോഗ് ഭയങ്കര தேவ்தாஸ் சார், நீங்க ஏன் இவ்வளவு எனக்கு பண்றீங்க? ഈ പോർഷൻ കൊള്ളാല്ലേ പാട്ട്. കീർത്തീശ്വരൻ പ്രദീപിന് വേണ്ടി ലവ് ടുഡേ കണ്ടു കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് പുള്ളിയുടെ രീതിക്ക് മാറ്റിയെന്ന് പറഞ്ഞു. പ്രദീപിന്റെ രീതിയിലേക്ക്. അതായത് പ്രദീപിനെ കാസ്റ്റ് ചെയ്തിട്ടല്ല, ലവ് ടുഡേ കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് അത് മാറ്റിയിരുന്നു രീതിക്ക്. അതിന്റെ ഒരു ഇതുണ്ട്. അല്ലെങ്കിലും ലവ് ടുഡേയുടെ ഒരു ചോറുണ്ട്, പക്ഷെ എക്സ്ട്രാ ലവ് ടുഡേ XX പോലെ ഉണ്ട്. എനിക്ക് ശരിക്കും ഡ്രാഗണും ലവ് ടുഡേയും കൂടി ശരിക്കും മിക്സ് ചെയ്ത് അതിന്റെ അൾട്ടിമേറ്റ് സാധനം നല്ല ഹൈപ്പറാണ്. അതാണ് ഭയങ്കര ഹൈപ്പറായിട്ടാ. അവന്റെ സ്ഥിരമുള്ള ഒരു സംഭവം തന്നെ കുറച്ചും കൂടി ഇതാക്കി കാട്ടിയതാ സംഭവം. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമാണ്. അല്ല, എനിക്ക് സാധനം ഇഷ്ടമായി. കാര്യം അവന്റെ ഒരു സംഭവം, അവന്റെ ഒരു ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, ഒരു ഹൈപ്പർ സ്റ്റൈലുണ്ട്. അത് രസമുണ്ട് കണ്ടിരിക്കാൻ. ലവ് ടുഡേ ഒക്കെ ഞാൻ 2 തവണ തിയേറ്ററിൽ കണ്ടു. ഇതും ആ ഒരു മൂഡിലേക്ക്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം ഇതൊരു എഡ്ജിൽ വെക്കുക. മേ ബി ആൾക്കാർക്ക് ഭയങ്കര വൃത്തികേടായി തോന്നിയ കൈ നോവാം, അങ്ങനെ പ്രശ്നമുണ്ട്. ട്രെയിലർ കൊള്ളാട്ടോ. ഏകദേശം ഒരു അൽഫോൺസ് പുത്രൻ കട്ടുപോലെ നല്ല മിക്സിംഗ് ആണ്. പിന്നെ ഇവന്റെ പടത്തില് ശ്രദ്ധിച്ചാൽ ഇവന്റെ അമ്മയ്ക്ക് റോള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന്. ഇപ്പൊ ഇതില് ശരത്കുമാറിനൊക്കെ നല്ല റോള്. ശരത്കുമാറിനെ മാമാന്ന് വിളിക്കണം, അവളുടെ അച്ഛനായിരിക്കും. എന്തായാലും കൊള്ളാം. പിന്നെ രോഹിണിയാണ് അമ്മയായിട്ട് അഭിനയിക്കണം. നേശെട്ടി എങ്ങനെ കണ്ടിട്ടില്ല, അത് വളരെ കുറവാണല്ലോ.
എന്തായാലും കൊള്ളാട്ടോ സംഭവം. ട്രെയിലർ നല്ല അടിപൊളിയായിട്ടുണ്ട്. പടം നല്ലതായിരിക്കും. പടം എന്തായാലും കാണണം. ആ. അഭിപ്രായങ്ങളും മിക്കവാറും നല്ലതായിരിക്കും. പ്രദീപ് അങ്ങനെ മിസ്സാക്കാറില്ല ഒന്നും. പാട്ട് നമുക്ക് ഇച്ചിരി വിഷമായിരുന്നെങ്കിലും ട്രെയിലർ നല്ല. അതെ, ട്രെയിലറിന്റെ എൻഡിലും ആ ലാസ്റ്റ് ആ പാട്ടിന്റെ ആ സ്ലോ പോർഷൻ അതൊന്നും രസമായിരുന്നു. പുള്ളി സായി തന്നെ വേറൊരു 1.5 സംതിങ് മിനിറ്റ് ഉള്ള സാധനം എടുത്തിരുന്നു, സ്ലോ പോർഷൻ മാത്രമായിട്ട്. അത് മാത്രം നല്ല രസമാണ്. അല്ല, അതും ഭയങ്കര ട്രെൻഡ് ആയത് ആ സാധനം സാധനമായിരുന്നു. അതായത് ട്രെയിലറിന്റെ എഡിറ്റിംഗ് നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കണം. സിനിമ നല്ലായിരിക്കും. എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. പറയാം. ഓക്കെ, ബൈ.